أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള അനുസ്മരണമാണ് നടന്നുവരുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വിവരിച്ചിരുന്നു. ഇതേപ്പറ്റിയുള്ള നിവേദനങ്ങളിൽ അദ്ദേഹം വംശാവലിയുടെ അറിവിൽ നിപുണനായിരുന്നു എന്നും കവിതയിൽ താല്പര്യമുള്ള ആളായിരുന്നു എന്നും വന്നിട്ടുണ്ട്. എഴുതുന്നു, ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അധികം അറബികളുടെ വംശാവലിയെ സംബന്ധിച്ച് അറിവുള്ള ആളായിരുന്നു. ജുബൈർ ബിൻ മുത്അം ഈ വിഷയത്തിൽ, അതായത് വംശാവലിയുടെ കാര്യത്തിൽ അതിനിപുണനായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ വംശാവലി സംബന്ധിച്ചുള്ള അറിവ് ഹദ്രത്ത് അബൂബക്കറിൽ നിന്നാണ് പഠിച്ചത്, പ്രത്യേകിച്ചും ഖുറൈശികളുടെ വംശാവലിയെ സംബന്ധിച്ച്. കാരണം ഹദ്രത്ത് അബൂബക്കർ ഖുറൈശികളുടെ വംശാവലിയെ സംബന്ധിച്ചും ഖുറൈശികളിൽ അവരുടെ വംശാവലിയിൽ ഉണ്ടായിരുന്ന നല്ലതും തീയതുമായ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ അറിവുള്ള ആളായിരുന്നു. അദ്ദേഹം അവരുടെ തിന്മകളെക്കുറിച്ച് ചർച്ച ചെയ്യില്ലായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം ഹദ്രത്ത് അക്കീൽ ബിൻ അബി താലിബിനെ അപേക്ഷിച്ച് അവർക്കിടയിൽ, അതായത് ഖുറൈശികൾക്കിടയിൽ ഏറെ സ്വീകാര്യനായിരുന്നു. ഹദ്രത്ത് അക്കീൽ ഹദ്രത്ത് അബൂബക്കറിനെ കഴിഞ്ഞാൽ ഖുറൈശികളുടെ വംശാവലിയെയും പിതൃ പരമ്പരകളെയും അവരുടെ നന്മ തിന്മകളെയും സംബന്ധിച്ച് ഏറ്റവും അറിയുന്ന ആളായിരുന്നു. പക്ഷേ ഹസ്രത്ത് അക്കീലിനെ ഖുറൈശികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അദ്ദേഹം ഖുറൈശികളുടെ തിന്മകളും എണ്ണുമായിരുന്നു. ഹസ്രത്ത് അക്കീൽ മസ്ജിദ് നബവിയിൽ വംശാവലിയെക്കുറിച്ചും അറബികളുടെ അവസ്ഥകളെക്കുറിച്ചുമുള്ള സംഭവങ്ങളുടെ അറിവ് കരസ്ഥമാക്കാൻ ഹസ്രത്ത് അബൂബക്കറിന്റെ അടുക്കൽ ഇരിക്കുമായിരുന്നു. മക്കക്കാരുടെ വീക്ഷണത്തിൽ ഹസ്രത്ത് അബൂബക്കർ അവർക്കിടയിൽ ഏറ്റവും നല്ല ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ അദ്ദേഹത്തോടാണ് സഹായം ചോദിച്ചിരുന്നത്. വിവരിക്കുന്നു, ഹസ്രത്ത് അബൂബക്കറിന് അറബികളുടെ വംശാവലി, പ്രത്യേകിച്ചും ഖുറൈശികളുടെ വംശാവലിയെക്കുറിച്ച് ഏറ്റവും അധികം അറിവുണ്ടായിരുന്നു. ഖുറൈശികളിലെ കവികൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മോശമായ കവിതകൾ പറയുമ്പോൾ ഹദ്രത്ത് ഹസ്സാൻ ബിനു സാബിത്തിനെയാണ് കവിതകളിലൂടെ അവരെ ഇളിഭ്യരാക്കി മറുപടി കൊടുക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. ഹദ്രത്ത് ഹസ്സാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സവിധത്തിൽ ഹാജരായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഖുറൈശികളെ അവമതിച്ചുകൊണ്ട് കവിത ചൊല്ലുക? കാരണം ഞാനും ഖുറൈശികളിൽപ്പെട്ടവനാണ്. അപ്പോൾ ഹദ്രത്ത് ഹസ്സാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അങ്ങയെ അവരിൽ നിന്ന് മാവിൽ നിന്ന് മുടി നീക്കുന്നത് പോലെ, അല്ലെങ്കിൽ വെണ്ണയിൽപ്പെട്ട മുടി മാറ്റുന്നത് പോലെ ഞാൻ മാറ്റുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഹദ്രത്ത് അബൂബക്കറിന്റെ അടുക്കൽ ചെല്ലുക, അദ്ദേഹത്തോട് ഖുറൈശികളുടെ വംശാവലിയെക്കുറിച്ച് ചോദിച്ചറിയുക. ഹദ്രത്ത് ഹസ്സാൻ പറയുന്നു, ഞാൻ കവിത എഴുതുന്നതിന് മുമ്പ് ഹദ്രത്ത് അബൂബക്കറിന്റെ സവിധത്തിൽ പോകുമായിരുന്നു. അദ്ദേഹം എനിക്ക് ഖുറൈശികളുടെ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് മാർഗദർശനം നൽകിയിരുന്നു. അങ്ങനെ ഹസ്രത്ത് ഹസ്സാന്റെ കവിതകൾ മക്കയിലെത്തുമ്പോൾ മക്കക്കാർ ഇങ്ങനെ പറയുമായിരുന്നു, ഈ വരികൾക്ക് പിന്നിൽ
അബൂബക്കറിന്റെ മാർഗദർശനവും അഭിപ്രായങ്ങളുമുണ്ട്. ഹസ്രത്ത് അബൂബക്കർ വംശാവലിയെക്കുറിച്ച് അറിവുള്ളതുപോലെ തന്നെ അറബികളുടെ കാലഘട്ടത്തെ, അതായത് അറബികളുടെ പരസ്പരമുള്ള യുദ്ധചരിത്രത്തെക്കുറിച്ചും നല്ല പോലെ അറിവുള്ള ആളായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ സ്ഥായിയായ ഒരു കവി അല്ലായിരുന്നുവെങ്കിൽ തന്നെയും കവിതയോട് നല്ല താല്പര്യമുള്ള ആളായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ ചരിത്രകാരന്മാർ അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ചില ചരിത്രകാരന്മാർ ഇല്ല എന്ന് പറയുന്നു. അദ്ദേഹം കവിത പറഞ്ഞിട്ടുണ്ടാകാമെന്നും പറയുന്നു. ചില ചരിത്രകാരന്മാരാകട്ടെ ഹസ്രത്ത് അബൂബക്കറിന്റെ ചില ഈരടികൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹസ്രത്ത് അബൂബക്കറിന്റെ കവിതകൾ അടങ്ങിയ 25 കാവ്യങ്ങൾ സ്വരൂപിച്ചിട്ടുള്ളത് തുർക്കിയിലെ ഗ്രന്ഥാലയങ്ങളിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. അവിടെ അതുണ്ട്. ഹസ്രത്ത് അബൂബക്കറിന്റെ കവിതകളാണ് അവ എന്ന് പറയപ്പെടുന്നു. ഒരാൾ ഇത്രമാത്രം എഴുതിയിരിക്കുന്നു: ഈ കവിതകൾ ഹസ്രത്ത് അബൂബക്കറിൻ്റെതാണ് എന്ന് ഇൽഹാമിലൂടെ എനിക്ക് സാക്ഷ്യം നൽകപ്പെട്ടിരിക്കുന്നു. തബക്കാത്ത് ഇബ്നു സഅദും സീറത്ത് ഇബ്നു ഹിഷാമും ഹസ്രത്ത് അബൂബക്കർ കവിതകൾ രചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വേളയിൽ തിരുനബിയെ മറവടക്കിയതിനു ശേഷം ഹസ്രത്ത് അബൂബക്കർ ചില ഈരടികൾ ചൊല്ലുകയുണ്ടായി. അതിൻ്റെ അർത്ഥം ഇപ്രകാരമായിരുന്നു: അല്ലയോ നേത്രമേ, ഇരുലോക നേതാവായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നിനക്ക് കരയാനുള്ള അവകാശത്തെ കൊണ്ട് സത്യം, നീ കരഞ്ഞുകൊണ്ടേയിരിക്കുക. ഇനി നിന്റെ അശ്രുക്കൾ ഒരിക്കലും തോരാതിരിക്കട്ടെ. അല്ലയോ നേത്രമേ, അന്തഫ്, അതായത് ഖുറൈശി ഗോത്രത്തിലെ ഏറ്റവും ഉന്നതനായ പുത്രന് വേണ്ടി നീ കരയുക. അദ്ദേഹത്തെ സായം സന്ധിയിൽ കബറിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ രാജാക്കന്മാരുടെ രാജാവും അടിമകളുടെ യജമാനനും ആരാധിക്കുന്നവരുടെ നാഥനുമായ ആരാധിക്കുന്നവരുടെ ആരാധ്യനുമായവൻ തിരുനബിക്കുമേൽ അനുഗ്രഹാശിസുകൾ വർഷിക്കട്ടെ. പ്രിയപ്പെട്ടവൻ അകന്നുപോയതിനു ശേഷം ഇനി എന്ത് ജീവിതം? 10 ലോകങ്ങൾക്ക് സൗന്ദര്യം നൽകുന്ന അസ്തിത്വത്തിന്റെ വേർപാടിന് ശേഷം ഇനി എന്ത് സൗന്ദര്യ സങ്കല്പം? ഞങ്ങൾ ഈ ലോക ജീവിതത്തിൽ ഒന്നിച്ചായിരുന്നു. അഹോ, മരണവും ഞങ്ങളെ ഒന്നിച്ചു പിടികൂടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതാണ് ആ ഈരടികളുടെ തർജ്ജമ. ആ മഹാത്മാവിന്റെ ഉൾക്കാഴ്ചയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വളരെ വലിയ ക്രാന്തദർശിയായിരുന്നു എന്നാണ്. ഹദ്രത്ത് അബൂ സയ്യിദ് ഖുദരി വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തൻ്റെ ഒരു ദാസന് ഈ ലോകത്തെയോ അള്ളാഹുവിൻ്റെ സാമീപ്യത്തെയോ സ്വീകരിക്കുന്നതിന് അധികാരം കൊടുത്തു. അപ്പോൾ അയാൾ അള്ളാഹുവിൻ്റെ സാമീപ്യമാണ് താല്പര്യപ്പെട്ടത്. ഇത് കേട്ടപ്പോൾ ഹദ്രത്ത് അബൂബക്കർ കരയാൻ തുടങ്ങി. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ വൃദ്ധനെ എന്ത് കാര്യമാണ് കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു തൻ്റെ ഒരു ദാസന് അധികാരം നൽകിയപ്പോൾ അയാൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ തിരഞ്ഞെടുത്തു. ആ ദാസൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു. ഹദ്രത്ത് അബൂബക്കർ ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ കരയേണ്ട. എല്ലാ ജനങ്ങളിലും വെച്ച് തൻ്റെ സൗഹൃദം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഏറ്റവും അധികം എന്നോട് നന്മ കാണിച്ചയാൾ ഹദ്രത്ത് അബൂബക്കർ തന്നെയാണ്. ഞാൻ എൻ്റെ ഉമ്മത്തിൽ ആരെയെങ്കിലും ഖലീൽ എന്ന സുഹൃത്ത് ആക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കറിനെ ആക്കുമായിരുന്നു. എന്നാൽ ഇസ്ലാമിൻ്റെ സാഹോദര്യം സ്നേഹം തന്നെയാകുന്നു. മസ്ജിദിൽ അബൂബക്കറിൻ്റെതല്ലാത്ത എല്ലാ വാതിലുകളും അടയ്ക്കേണ്ടതാണ്. ഉൾക്കാഴ്ചയെ സംബന്ധിച്ചുള്ള ഉദ്ധരണി വീണ്ടും കൽപ്പിക്കുകയാണ്. നേരത്തെയും കൽപ്പിച്ചിട്ടുണ്ട്. ഈ വാതിലുകളെക്കുറിച്ചുള്ള വിശദീകരണം ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഞാനത് പിന്നീട് വിവരിക്കാം. ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലെ അവസാന നാളുകളിൽ ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണത്തിനായി എഴുന്നേറ്റു. സഹാബാക്കളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, അള്ളാഹുവിൻ്റെ ഒരു ദാസനുണ്ട്. അയാളെ സംബോധന ചെയ്തുകൊണ്ട് അയാളുടെ ദൈവം അയാളോട് പറഞ്ഞു, അല്ലയോ എൻ്റെ ദാസ, നീ ഈ ലോകത്ത് തന്നെ കഴിയുന്നതിനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നതിനോ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. അപ്പോൾ ആ ദാസൻ ദൈവ സാമീപ്യമാണ് ഇഷ്ടപ്പെട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഹദ്രത്ത് അബൂബക്കർ കരയാൻ തുടങ്ങി. ഹദ്രത്ത് ഉമർ പറഞ്ഞു, ഇവിടെ ഹദ്രത്ത് ഉമറിന്റെ പേരിലാണ് ഈ സംഭവം പറയുന്നത്. ഹദ്രത്ത് ഉമർ പറയുന്നു, എനിക്ക് അദ്ദേഹം കരയുന്നത് കണ്ടപ്പോൾ നല്ല പോലെ ദേഷ്യമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ ഒരു ദാസന്റെ സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അള്ളാഹു അയാൾക്ക് ഈ ലോകത്ത് തന്നെ കഴിയുന്നതിനോ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുന്നതിനോ സ്വാതന്ത്ര്യം നൽകി. അയാൾ അള്ളാഹുവിൻ്റെ സാമീപ്യം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ വൃദ്ധൻ എന്തിനാണ് കരയുന്നത്? ഹസ്രത്ത് അബൂബക്കറിന്റെ തേങ്ങൽ ഒന്നുകൊണ്ടും തീരുന്നുണ്ടായിരുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറിനോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്നാൽ അള്ളാഹുവിനെ കൂടാതെ മറ്റാരെങ്കിലും ഖലീൽ എന്ന സുഹൃത്താക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ അബൂബക്കറിനെ ഖലീലാക്കുമായിരുന്നു. ഹസ്രത്ത് ഉമർ പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വഫാത്തായപ്പോൾ ഹസ്രത്ത് അബൂബക്കറിന്റെ കരച്ചിൽ സത്യസന്ധമായിരുന്നു എന്നും ഞങ്ങളുടെ കോപം ഭോഷ്കിന്റെ ലക്ഷണമായിരുന്നു എന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഹസ്രത്ത് അബൂബക്കറിന് വിശുദ്ധ ഖുർആന്റെ ജ്ഞാനം നല്ലപോലെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്ത് പാരായണം ചെയ്തപ്പോൾ ഹസ്രത്ത് അബൂബക്കർ കരയാൻ തുടങ്ങി. ആരോ പറഞ്ഞു, ഈ വൃദ്ധൻ എന്തിനാണ് കരയുന്നത്? ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, എനിക്ക് ഈ ആയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം മണക്കുന്നു. ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാം പറയുന്നു, പ്രവാചകന്മാർ ഉദ്യോഗസ്ഥരെ പോലെയാണ്. തൊഴിലാളികൾ തങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പ്രവാചകന്മാർ ഏതൊരു കർമ്മത്തിനു വേണ്ടിയാണോ ലോകത്തേക്ക് വരുന്നത് അത് ചെയ്ത ശേഷം അവർ ഈ ലോകത്തോട് വിട പറയുന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും അത്മംതു അലൈക്കും നിഅമതി എന്ന ശബ്ദം കേട്ടപ്പോൾ അത് അവസാന ശബ്ദമാണ് എന്ന് ഹസ്രത്ത് അബൂബക്കറിന് മനസ്സിലായി. ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന കാര്യം എന്തെന്നാൽ ഹസ്രത്ത് അബൂബക്കറിന്റെ ഉൾക്കാഴ്ച വളരെ ഉയർന്നതായിരുന്നു. ഹദീസുകളിൽ മസ്ജിദിലേക്കുള്ള എല്ലാ ജനലുകളും അടയ്ക്കണമെന്ന് പറയുന്നു. ഈ ജനാല സംബന്ധിച്ച വിശദീകരണവും ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഈ ജനാലകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പറയുന്നു, ഹദീസിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, മസ്ജിദിലേക്കുള്ള എല്ലാ ജനലുകളും അടയ്ക്കുക, പക്ഷേ അബൂബക്കറിന്റെ ജനൽ തുറന്നിടേണ്ടതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന തത്വരഹസ്യം എന്തെന്നാൽ മസ്ജിദ് ദൈവിക രഹസ്യങ്ങളുടെ പ്രതീകമാകുന്നു. അതുകൊണ്ട് തന്നെ ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കിലേക്കുള്ള ഈ വാതിൽ അടയ്ക്കപ്പെടുന്നതല്ല. അള്ളാഹുവിന്റെ സൂക്ഷ്മ സംഗതികളുടെ ആഴം അഥവാ ദൈവിക യുക്തികൾ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുമേൽ എപ്പോഴും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് പിന്നീടും വെളിപ്പെടുന്നതാണ്. ഹദ്റത്ത് മസീമദ് അലി ഇസ്ലാം പറയുന്നു, പ്രവാചകന്മാർ ആലങ്കാരിക ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ആരെങ്കിലും ഭൗതിക മുല്ലാക്കളെ പോലെ പ്രത്യക്ഷരത്തിൽ തന്നെ അതെടുക്കുകയാണെങ്കിൽ അയാൾ മഹാ അബദ്ധത്തിലാകുന്നു. ഉദാഹരണമായി ഹദ്റത്ത് ഇബ്രാഹിം തന്റെ മകനോട് ഉമ്മറപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണവളകൾ കണ്ടതും പ്രത്യക്ഷമായിരുന്നില്ല, മറിച്ച് ആലങ്കാരികമായിരുന്നു. അതിനുള്ളിൽ മറ്റൊരു അർത്ഥം ഉണ്ടായിരുന്നു. ഹദ്റത്ത് മസീമദ് അലി ഇസ്ലാം പറയുന്നു, യാഥാർത്ഥ്യം എന്തെന്നാൽ ഹദ്റത്ത് അബൂബക്കറിന് ഏറ്റവും അധികം ഖുർആനിക ജ്ഞാനം നൽകപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഹദ്റത്ത് അബൂബക്കർ ഈ നിലയ്ക്ക് അത് സ്ഥിരീകരിച്ചത്. അദ്ദേഹം പറയുന്നു, എൻ്റെ വീക്ഷണത്തിൽ ഈ അർത്ഥം ബാഹ്യമായി വൈരുദ്ധ്യമാണെങ്കിലും തക്കവയും സൂക്ഷ്മതയും ആവശ്യപ്പെടുന്നത് അബൂബക്കർ പറഞ്ഞത് തന്നെ ജനങ്ങളും അംഗീകരിക്കണമെന്നാണ്. ഇവിടെ ഒരു വാക്കുപോലും വിശുദ്ധ ഖുർആനിൽ ഹദ്റത്ത് അബൂബക്കറിന്റെ വിവക്ഷയ്ക്ക് വൈരുദ്ധ്യമായിട്ടില്ല. അദ്ദേഹം പറയുന്നു, മൗലവിമാരോട് ചോദിക്കുക, അബൂബക്കർ ബുദ്ധിമാനായിരുന്നില്ലേ? സിദ്ദീഖ് എന്ന് വിളിക്കപ്പെട്ടതും അബൂബക്കർ തന്നെയല്ലേ? ഏറ്റവും ആദ്യം റസൂലുള്ളാഹിയുടെ ഖലീഫായതും അദ്ദേഹം തന്നെയല്ലേ? ഭയാനകമായ മതനിരാസത്തിന്റെ വ്യാധിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇസ്ലാമിന് വലിയ സേവനം ചെയ്തതും ആ മഹാത്മാവ് തന്നെയല്ലേ? അതേ, മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക, ഇത്രമാത്രം നിങ്ങൾ പറയൂ, ഹസ്രത്ത് അബൂബക്കറിന് മിമ്പറിൽ കയറേണ്ട ആവശ്യം എന്തായിരുന്നു? പിന്നെ തഖ്വയോടുകൂടി നിങ്ങൾ പറയൂ, വമാ മുഹമ്മദിൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ എന്നോതിക്കൊണ്ട് അദ്ദേഹം തെളിവുകൾ സമ്പൂർത്തിയിരിക്കുകയല്ലേ ചെയ്തത്? അതല്ല ഒരു കുട്ടി പോലും പറയുന്നത് പോലെ ഈസാ നബി മരിച്ചു എന്ന് മനസ്സിലാക്കുന്നവൻ കാഫിറാണെന്ന ബാലിശമായ വാദമായിരുന്നോ ഉണ്ടായിരുന്നത്? ഈ ആയത്ത് മുഴുവൻ ചൊല്ലിയാൽ തന്നെ വളരെ വ്യക്തമായ ശക്തിമത്തായ തെളിവുകൾ സമർപ്പിക്കാൻ വേണ്ടിയായിരുന്നു, അതല്ല ദുർബലമായ ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാകുന്നതാണ്.
മറ്റൊരു സന്ദർഭത്തിൽ ഇതേ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാം പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് പരിശുദ്ധി ഉണ്ടാക്കിയിരിക്കുന്നു. രണ്ട്, ആ ഗ്രന്ഥം പൂർണ്ണമായിരിക്കുന്നു. പറയുന്നു, ഈ ആയത്ത് അവതരിച്ചപ്പോൾ അബൂബക്കർ കരയാൻ തുടങ്ങി. ആരോ പറഞ്ഞു, ഈ വൃദ്ധൻ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം മറുപടിയായി പറഞ്ഞു, ഈ ആയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം മണക്കുന്നുണ്ട്. കാരണം കർത്തവ്യങ്ങൾ പൂർണ്ണമായി കഴിയുന്നത് തന്നെ മരണത്തെക്കുറിച്ചുള്ള തെളിവാണ് എന്നത് ഒരു അംഗീകൃത യാഥാർത്ഥ്യമാകുന്നു. ഭൗതിക ലോകത്തുള്ള ഏർപ്പാടുകൾ പൂർണ്ണമാകുമ്പോൾ അവിടെയുള്ള ജോലിക്കാർ പിരിഞ്ഞു പോകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന്റെ ഈ കഥ അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഏറ്റവും അധികം ബുദ്ധിമാൻ ഹദ്രത്ത് അബൂബക്കർ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ലോകത്ത് ആരെയെങ്കിലും സ്ഥായിയായ സുഹൃത്താക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാൻ അബൂബക്കറിനെ അങ്ങനെ ആക്കുമായിരുന്നു. പറയുന്നു, അബൂബക്കറിന്റെ ജനാല മസ്ജിദിലേക്ക് തുറന്നിരിക്കുന്നതാണ്, മറ്റുള്ളവയെല്ലാം അടയ്ക്കേണ്ടതാണ്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നും സുഹൃത്താകുന്നതും ജനാല തുറക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്നും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ വിവക്ഷ ഇപ്രകാരമാകുന്നു. പറയുന്നു, ഓർക്കുക, മസ്ജിദ് ദൈവഭവനമാകുന്നു. എല്ലാ ആധ്യാത്മിക ജ്ഞാനങ്ങളുടെയും ഉറവിടമാണത്. അതുകൊണ്ട് പറയുന്നു, ഹസ്രത്ത് അബൂബക്കറിന്റെ അകതാരിലുള്ള ജനാല ഈ വശത്തേക്കാണുള്ളത്. അതുകൊണ്ട് ഈ ജനം തുറന്നിരിക്കേണ്ടതാണ്. മറ്റു സഹാബാക്കൾ ഇതിൽ നിന്നൊഴിഞ്ഞവരായിരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവർക്കിടയിലും വലിയ വലിയ ക്രാന്തദർശികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ ഏറ്റവും അധികം ഉൾക്കാഴ്ചയുണ്ടായിരുന്നത് ഹസ്രത്ത് അബൂബക്കറിനായിരുന്നു. മറിച്ച് അബൂബക്കറിന്റെ മേന്മ ആരംഭകാലത്ത് തന്നെ അതിൻ്റെ മാതൃകകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അബൂബക്കറിന്റെ അസ്തിത്വം രണ്ട് വിധത്തിലുള്ള ഉൾക്കാഴ്ചകളുടെയും കേദാരമായിരുന്നു. തുടർന്ന് ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം പറയുന്നു, ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവജ്ഞാനവും ഉൾക്കാഴ്ചയുമുള്ള ആളുകളിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം നിരവധി സങ്കീർണമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടിട്ടുണ്ട്. നിരവധി യുദ്ധങ്ങളിൽ ഭാഗവാക്കായി അവരുടെ യുദ്ധനീക്കങ്ങൾ കണ്ടു. അദ്ദേഹം നിരവധി മണൽപ്പരപ്പുകളും നിരത്തുകളും താണ്ടിയിട്ടുണ്ട്. എത്ര ഭയാനകമായ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം നുഴഞ്ഞുകയറി വക്രമായ അനവധി വഴികളെ ഋജുവാക്കി നിരവധി യുദ്ധങ്ങളിൽ മുന്നിട്ടു നിന്നു. എത്രമാത്രം കുഴപ്പങ്ങളെയാണ് അദ്ദേഹം ഇല്ലാതാക്കിയത്! എത്രമാത്രം യാത്രാമൃഗങ്ങളെയാണ് അദ്ദേഹം യാത്രകൾ കൊണ്ട് മെലിയിച്ചത്! അതായത് യാത്രകളുടെ ആധിക്യ നിമിത്തം യാത്രാമൃഗങ്ങൾ ക്ഷീണിച്ചു പോയി. നിരവധി ദൂരം അദ്ദേഹം താണ്ടി. അങ്ങനെ അദ്ദേഹം അനുഭവജ്ഞാനിയും ഉൾക്കാഴ്ചയുള്ളവനുമായി, പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നവനും അധ്വാനശീലനുമായി. അള്ളാഹു അദ്ദേഹത്തെ തൻ്റെ ആയത്തുകളുടെ കേന്ദ്രമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൗഹൃദത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ സത്യസന്ധത കാരണം അദ്ദേഹം സ്തുതിക്കപ്പെടുമാറായി. ഈ സൂചന നൽകുന്നത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവരിൽ ഏറ്റവും ഉന്നതാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എന്നാണ്. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ ധാതുവിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. കൂറ് അദ്ദേഹത്തിന്റെ അകതാരിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വളരെ ഭയാനകമായ സന്ദർഭങ്ങളിലേക്കും ദുഷ്കരമായ സമയത്തേക്കും വേണ്ടി തിരഞ്ഞെടുത്തു. അള്ളാഹു ഏറ്റവും അറിയുന്നവനും യുക്തിജ്ഞാനിയുമാകുന്നു. അവൻ എല്ലാ കാര്യങ്ങളും യഥോചിതം നിർവഹിക്കുന്നു. അവൻ വെള്ളത്തെ ശരിയാവണ്ണം അരുവികളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആകയാൽ അവൻ തന്നെയാണ് അബൂ ഖഹാഫയുടെ മകന് മേൽ ദൃഷ്ടി പതിക്കുകയും അദ്ദേഹത്തിന് മേൽ വലിയ ഔദാര്യം ചൊരിയുകയും ചെയ്തത്. അദ്ദേഹത്തെ വ്യതിരിക്തമായ ജീവിതത്തിന്റെ ഉടമയാക്കി. അള്ളാഹു പറയുന്നു, ഏറ്റവും അധികം സത്യസന്ധമായ കാര്യം പറയുന്നവൻ അള്ളാഹു, അതായത് അള്ളാഹു പറഞ്ഞ കാര്യം തന്നെയാണ് ഏറ്റവും സത്യസന്ധമായിട്ടുള്ളത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹു ഇദാ അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ ഫൻസലല്ലാഹു
സക്കീനത്തുഹു അലൈഹി വ അയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല വകലിമത്തുല്ലാഹി ഹിയൽ ഉലിയ വല്ലാഹു അസീസുൻ ഹക്കീം. അർത്ഥം: ഇനി നിങ്ങൾ അദ്ദേഹത്തെ ദൂതനെ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു ഇതിനു മുമ്പും നിഷേധികൾ നാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഗുഹയിലായിരുന്നപ്പോൾ അദ്ദേഹം രണ്ടിൽ ഒരാളായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ സുഹൃത്തിനോട് പറയുകയായിരുന്നു, വ്യസനിക്കേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ആകയാൽ അള്ളാഹു അദ്ദേഹത്തിനു മേൽ തന്റെ സമാധാനമിറക്കുകയും നിങ്ങൾ ഒരിക്കലും കാണാത്ത സൈന്യങ്ങൾ മുഖേന അദ്ദേഹത്തെ സഹായിക്കുകയും നിഷേധികളുടെ വാക്കുകളെ നിസ്സാരമാക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ വാക്കുകൾ തന്നെയാണ് അതിജയിക്കുന്നത്. അള്ളാഹു സമ്പൂർണ്ണ പ്രതാപവാനും വളരെയേറെ യുക്തിജ്ഞനുമാകുന്നു. ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സ്വപ്നവ്യാഖ്യാന ശാസ്ത്രവും നല്ല പോലെ അറിയാമായിരുന്നു. എഴുതുന്നു, സ്വപ്നവ്യാഖ്യാനത്തിൽ ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് നല്ല പ്രാവീണ്യമുള്ള ആളായിരുന്നു. സ്വപ്നവ്യാഖ്യാനത്തിൽ അദ്ദേഹം എല്ലാവരെക്കാളും മേലെയായിരുന്നു. എത്രത്തോളം എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ കാലഘട്ടത്തിലും അദ്ദേഹം സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ടായിരുന്നു. ഇമാം മുഹമ്മദ് ബിൻ സീരീൻ പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാതാവായിരുന്നു. ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചില സ്വപ്ന വ്യാഖ്യാനങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഹദ്രത്ത് ഇബ്നു അബ്ബാസ് വിവരിക്കുന്നു, ഉഹദിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊരു സ്വപ്നത്തിൽ ഒരു മേഘം കണ്ടു. അതിൽ നിന്ന് നെയ്യും തേനും ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ജനങ്ങൾ അത് കയ്യിലെടുക്കുന്നതും ഞാൻ കണ്ടു. ചിലർ കൂടുതൽ എടുക്കുന്നു, മറ്റു ചിലർ വളരെ കുറച്ച്. ആകാശത്തിലേക്ക് എത്തുന്ന ഒരു കയറും ഞാൻ കണ്ടു. അങ്ങ് അതിൽ പിടിച്ചു കൊണ്ട് അത് മുഖേന മുകളിലേക്ക് പോയി. അതിനുശേഷം മറ്റൊരു വ്യക്തി അത് പിടിച്ച് അത് മുഖേന മുകളിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് വേറൊരു വ്യക്തി അതിൽ പിടിച്ചു, അയാളും മുകളിലേക്ക് കയറി. പിന്നെ വേറൊരു വ്യക്തി അതിൽ പിടിച്ചു, പക്ഷെ അത് പൊട്ടിപ്പോയി. പിന്നെ അയാൾക്ക് വേണ്ടി അത് കൂട്ടിക്കെട്ടുകയുണ്ടായി. അതിൽ അയാൾ മുകളിലേക്ക് കയറുകയും ചെയ്തു. ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അനുവാദം തന്നാലും ഞാൻ തന്നെ ഇത് വ്യാഖ്യാനിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യാഖ്യാനിച്ചു കൊള്ളുക. അപ്പോൾ ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, നിഴൽ പരത്തുന്ന മേഘം ഇസ്ലാമാകുന്നു. അതിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന തേനും തൈരും വിശുദ്ധ ഖുർആനാണ്. അതിൻ്റെ മാധുര്യവും രുചിയും കാരണം ജനങ്ങൾ ആ തേനും നെയ്യും കരസ്ഥമാക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ കരസ്ഥമാക്കുന്ന ആളുകളെയാണ്. അതായത് വിശുദ്ധ ഖുർആന്റെ അറിവ് കരസ്ഥമാക്കുന്നവർ ഏറിയും കുറഞ്ഞുമിരിക്കും. ആകാശത്തോളം ഉയർന്നിട്ടുള്ള പാശം സത്യമാകുന്നു. അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുക്കുകയും അത് മുഖേന ഉയരുകയും ചെയ്തു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം അത് മുഖേന മറ്റൊരു വ്യക്തി അതെടുക്കുകയും ഉയരുകയും ചെയ്യും. പിന്നെ മറ്റൊരു വ്യക്തി അതെടുക്കുകയും ഉയരുകയും ചെയ്യും. പിന്നെ വേറൊരാൾ കൂടി അത് ഉയർത്തുന്നതാണ്. അതിനുശേഷം അത് പൊട്ടിപ്പോകും. പിന്നെ അയാൾക്ക് വേണ്ടി അത് കൂട്ടിച്ചേർക്കപ്പെടും. അങ്ങനെ അത് മുഖേന അയാൾക്കും ഉയർച്ച ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ കുറച്ച് ഭാഗം ശരിയും കുറച്ച് തെറ്റുമുണ്ട്. ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങാണ് സത്യം. ഞാൻ പറഞ്ഞതിൽ ഏതാണ് ശരി? നബി സല്ലല്ലാഹു എന്താണ് തെറ്റുപറ്റിയത് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, സത്യം ചെയ്യേണ്ട. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ വ്യാഖ്യാനം ആ സമയത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നതാണ് ധാരാളമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇബ്നു ശിഹാബ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു. അത് ഹദ്റത്ത് അബൂബക്കറിന് മുമ്പിൽ വിവരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും ഒരു കോണിപ്പടിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെക്കാളും 2.5 പടി മുകളിലാണുള്ളത്. അദ്ദേഹം പറഞ്ഞു, നല്ലത്. യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അങ്ങയുടെ കണ്ണുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ കാണിക്കുകയും കണ്ണുകൾക്ക് കുളിർമ ചെയ്യുന്നത് വരെയും ഇവിടെ തന്നെ നിർത്തുന്നതാണ്. അദ്ദേഹം അത് 3 തവണ ആവർത്തിച്ചു.
മൂന്നാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, സ്വപ്നത്തിൽ ഞാനും നിങ്ങളും ഒരേണിയിൽ കയറുന്നതായും ഞാൻ നിങ്ങളെക്കാൾ 2.5 പടി മുകളിൽ നിൽക്കുന്നതായും കണ്ടു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹു അങ്ങയെ തന്റെ കാരണത്തിലും മഗ്ഫിറത്തിലും എടുക്കുന്നതാണ്. ഞാൻ അങ്ങേക്ക് ശേഷം 2.5 വർഷം ജീവിച്ചിരിക്കുന്നതാണ്. ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞ വിശദീകരണം അതേപോലെ തന്നെ പൂർത്തിയാവുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണി ഹസ്രത്ത് ആയിഷ വിവരിക്കുന്നു, ഞാനൊരു സ്വപ്നത്തിൽ എൻ്റെ മുറിക്കകത്ത് 3 ചന്ദ്രന്മാർ വീഴുന്നതായി സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ ഈ സ്വപ്നം പിതാവ് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖിന് മുന്നിൽ വിവരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ആയിഷയുടെ മുറിയിൽ മറവടക്കുകയും ചെയ്തപ്പോൾ ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, നിന്റെ ചന്ദ്രന്മാരിൽ ഒന്ന് ഇതാകുന്നു. ഇത് അവരിൽ ഏറ്റവും ഉന്നതമായിരുന്നു. ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ അബി ലൈല റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കറുത്ത ആടുകളുടെ ഒരു പറ്റം എന്നെ പിൻപറ്റുന്നത് ഞാൻ കാണുകയുണ്ടായി. അതിന് പിന്നിൽ കാക്കി നിറമുള്ള ആടുകളുടെ കൂട്ടങ്ങളുണ്ട്. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ അറബികൾ അങ്ങയെ പിൻപറ്റുന്നതാണ്, പിന്നെ അനറബികളും അങ്ങയെ പിൻപറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകളും ഇതേ വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. ഇതൊക്കെയാണ് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ. ഇനിയുള്ള ചർച്ച പുരുഷന്മാരിൽ ആരാണ് ആദ്യത്തെ മുസ്ലിം എന്നതാണ്. ഇത് സംബന്ധിച്ച് ഹസ്രത്ത് അബൂബക്കർ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഹസ്രത്ത് അമ്മാർ ബിൻ യാസിർ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആരംഭ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ കേവലം 5 അടിമകളും 2 സ്ത്രീകളും ഹസ്രത്ത് അബൂബക്കറുമാണ് ഉണ്ടായിരുന്നത്. സീറത്ത് ഖാത്തമുൻ നബീനിൽ വിശദമായൊരു കുറിപ്പ് ഹസ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നു, അതായത് ഏറ്റവും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിച്ചത് ആരായിരുന്നു? എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യ പ്രചാരണം ആരംഭിച്ചപ്പോൾ ഏറ്റവും ആദ്യം വിശ്വസിച്ചത് ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ ആയിരുന്നു. അവർ ഒരു നിമിഷ നേരത്തേക്ക് പോലും അമാന്തിച്ചില്ല. ഹസ്രത്ത് ഖദീജയ്ക്ക് ശേഷം പുരുഷന്മാരിൽ നിന്ന് ആദ്യം വിശ്വസിച്ച ആളെ സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നതയുണ്ട്. ചിലർ ഹസ്രത്ത് അബൂബക്കർ അബ്ദുല്ലാ ബിൻ അബി ഖഹാഫയുടെ പേര് പറയുന്നു. ചിലർ അന്ന് 10 വയസ്സുണ്ടായിരുന്ന ഹസ്രത്ത് അലിയാണെന്നും മറ്റു ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രനാക്കിയ അടിമ ഹസ്രത്ത് സെയ്ദ് ബിൻ ഹാരിസയാണെന്നും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീക്ഷണത്തിൽ ഈ തർക്കം അനാവശ്യമാകുന്നു. ഹസ്രത്ത് അലിയും സെയ്ദ് ബിൻ ഹാരിസയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കുട്ടികളെപ്പോലെയാണ് അവർ കഴിച്ചു കൂട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അവർ വിശ്വസിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം അവർ വിശ്വസിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം വലിയ കാര്യമല്ല. കാരണം അവർ വളരെ ചെറുപ്രായത്തിലുള്ളവരും വീട്ടിലെ അംഗങ്ങളുമായിരുന്നു. മാത്രമല്ല, ഏതെങ്കിലും വാക്കാലുള്ള പ്രഖ്യാപനത്തിന്റെ ആവശ്യവും അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പേരുകൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി ബാക്കിയുള്ളതിൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റവും മുൻപന്തിയിലുള്ള ആളും വിശ്വാസികളിൽ പ്രഥമനുമായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ തന്റെ മേന്മയും യോഗ്യതയും കാരണം ഖുറൈശികളിൽ ഏറെ ആദരണീയനായിരുന്നു. ഇസ്ലാമിൽ അദ്ദേഹത്തിന് ലഭ്യമായ സ്ഥാനം മറ്റൊരു സഹാബിക്കും കിട്ടിയിട്ടില്ല. ഹസ്രത്ത് അബൂബക്കർ ഒരു നിമിഷ നേരത്തേക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാദങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചില്ല. മറിച്ച് കേട്ട് ഉടനെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അദ്ദേഹം തന്റെ എല്ലാ ശ്രദ്ധയും ജീവനും സമ്പത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിന്റെ സേവനത്തിന് വേണ്ടി സമർപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്റെ സഹാബാക്കളിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അദ്ദേഹത്തോടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഖലീഫയായി. പിന്നെ ഖിലാഫത്ത് കാലത്തും അദ്ദേഹം അനുപമമായ യോഗ്യതയുള്ളവനാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഹദ്രത്ത് അബൂബക്കറെ സംബന്ധിച്ച് യൂറോപ്പിലെ പ്രസിദ്ധനായ വിമർശകൻ സ്പ്രിംഗ്ലർ എഴുതുന്നു, അബൂബക്കർ ഇസ്ലാമിന്റെ ആരംഭകാലത്ത് തന്നെ നബി വിശ്വസിച്ചു എന്നത് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചതിക്കപ്പെടുമായിരുന്നുവെങ്കിൽ തന്നെയും ഒരിക്കലും ചതിക്കുന്നവൻ അല്ലായിരുന്നു എന്നാണ്. മറിച്ച് സത്യഹൃദയത്തോടു കൂടി ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. സർ വില്യം മുയറിനും സ്പ്രിംഗറിന്റെയും ഈ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുകയാണ്. ഹദ്രത്ത് ഖദീജ, ഹദ്രത്ത് അബൂബക്കർ, ഹദ്രത്ത് അലി, സെയ്ദ് ഇബ്നു ഹാരിസ എന്നിവർക്ക് ശേഷം ഇസ്ലാം സ്വീകരിച്ച 5 വ്യക്തികൾ ഹദ്രത്ത് അബൂബക്കറിന്റെ ഖിലാഫത്തിൽ തബ്ലീഗിലൂടെയാണ് വിശ്വാസികളായത്. ഇവരെല്ലാവരും ഇസ്ലാമിലെ ഉന്നത സ്ഥാനീയരായ സഹാബാക്കളുടെ ഗണത്തിലാണ് എണ്ണപ്പെടുന്നത്. അവരുടെ പേരുകൾ ഇങ്ങനെയാണ്: ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സയ്യിദ് ബിൻ അബി വക്കാസ്, സുബൈർ ബിൻ അവ്വാം, തൽഹ ബിൻ ഉബൈദുള്ള. ഈ 5 സഹാബാക്കളും അശ്റേ മുബശ്ശിറയിൽപ്പെട്ടവരാകുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പരിശുദ്ധ നാവിലൂടെ സ്വർഗത്തെക്കുറിച്ച് സുവാർത്ത അറിയിച്ച 10 സഹാബാക്കളിൽ ഉൾപ്പെടുന്നു. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും അടുത്ത സഹാബാക്കളും അഭിപ്രായങ്ങൾ നൽകിയവരും ആയിരുന്നു. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ ജമാഅത്തിൽ സാമ്പത്തിക ആഹ്വാനം നൽകിക്കൊണ്ട് അതിനെ ഇവരുടെ സ്വഭാവവുമായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു: വിശ്വാസികൾ ഇത്തരം ആഹ്വാനങ്ങളിൽ പരിഭ്രമിക്കരുത്. അതായത് സാമ്പത്തിക ആഹ്വാനങ്ങളിലും ത്യാഗത്തെക്കുറിച്ചുള്ള ആഹ്വാനങ്ങളിലും പരിഭ്രമിക്കുകയല്ല, മറിച്ച് ഇന്ന ആഹ്വാനം തങ്ങൾക്കാണ് ആദ്യം എത്തിയത് എന്ന കാര്യത്തിൽ അവർ സന്തോഷിക്കുകയല്ല. അവർ തമ്മിൽ അഭിമാനിക്കുന്നു. അവർ അള്ളാഹുവിന് വേണ്ടി നന്ദി പ്രകടിപ്പിക്കുകയും ഏറ്റവും അധികം അവന്റെ ഗ്രന്ഥങ്ങളിൽ മതത്യാഗം സംബന്ധിച്ച കാര്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും മുന്തിയ സ്ഥാനം കരസ്ഥമാക്കുന്നു. ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്ത ത്യാഗങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്ത സേവനങ്ങളും കാരണം തനിക്ക് ത്യാഗങ്ങൾക്ക് എന്തുകൊണ്ടും ആദ്യം അവസരം കിട്ടണമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ എനിക്ക് എന്തിനാണ് ആദ്യമേ തന്നെ അവസരം കിട്ടിയത് എന്ന് ഹദ്രത്ത് അബൂബക്കർ ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം തന്നെ പ്രയാസങ്ങളിൽ അകപ്പെടുത്തുകയും ദൈവമാർഗത്തിൽ പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം കരസ്ഥമാക്കിയ സ്ഥാനം ഹദ്രത്ത് ഉമറിന് പോലും കിട്ടിയില്ല. കാരണം അദ്ദേഹം ആദ്യം വിശ്വസിച്ചതുകൊണ്ട് ഏറ്റവും അധികം ത്യാഗങ്ങൾക്കും അവസരം ലഭിച്ചു. വാസ്തവത്തിൽ ഹദ്രത്ത് ഉമർ വിശ്വസിച്ച സമയത്തും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടിച്ചിട്ടുമുണ്ടായിരുന്നു. നമസ്കരിക്കാൻ അനുവദിച്ചിരുന്നില്ല. സഹാബാക്കൾ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. ഹബശയിലേക്കുള്ള ആദ്യത്തെ ഹിജ്റത്ത് നടക്കുകയായിരുന്നു. പുരോഗതിയുടെ കാലഘട്ടം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനും ഏറെ കഴിഞ്ഞാണ് ആരംഭിച്ചത്. പക്ഷേ ഹസ്രത്ത് അബൂബക്കറിന് ആരംഭകാലത്ത് വിശ്വസിച്ചതുകൊണ്ട് ആരംഭകാലത്ത് ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും അവസരങ്ങൾ കൈവന്നു. ഹസ്രത്ത് ഉമറിന് അതിന് സമാനമായത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഹസ്രത്ത് അബൂബക്കറും ഹസ്രത്ത് ഉമറും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ ഇസ്ലാമിനെ നിരാകരിച്ചിരുന്ന സമയത്ത് അബൂബക്കർ ഇസ്ലാം സ്വീകരിച്ചു. നിങ്ങൾ ഇസ്ലാമിനെ എതിർത്തിരുന്ന സമയത്ത് അദ്ദേഹം ഇസ്ലാമിനെ സഹായിച്ചു. ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നത്? അങ്ങനെ അദ്ദേഹം ആദ്യം വിശ്വസിച്ചതും ത്യാഗങ്ങൾ ചെയ്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തുകയുണ്ടായി. വാസ്തവത്തിൽ ഹദരത്ത് ഉമറും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹദരത്ത് അബൂബക്കറിന് ഈ കാര്യങ്ങളിൽ പ്രഥമൻ എന്ന മേന്മ ലഭിച്ചിരുന്നു. ഹദരത്ത് അബൂബക്കർ മക്ക വിജയവേളയിൽ ഈ സമയത്താണ് താൻ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകുമായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഭൗതികമായ രാജാധികാരങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചാൽ പോലും അദ്ദേഹം അതെല്ലാം വളരെ നിസ്സാരങ്ങളായ പ്രതിഫലമായി മാത്രമേ ഗണിക്കുമായിരുന്നുള്ളൂ. അത് സ്വീകരിക്കുമായിരുന്നില്ല. മറിച്ച് ഈ ഉന്നതമായ സ്ഥാനത്തിന് പകരം ഭൗതികമായ രാജാധികാരങ്ങളെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നതും അദ്ദേഹത്തിന് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. ചുരുക്കത്തിലതെല്ലാം അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾക്കുള്ള പ്രതിഫലമായിരുന്നു. അങ്ങനെയാണ് അള്ളാഹു പടിപടിയായി പ്രതിഫലം നൽകുന്നത്. അടിമകളെ മോചിപ്പിക്കുന്നതിനെ കുറിച്ച് എഴുതുന്നു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുമായിരുന്നു: അബൂബക്കർ സയ്യിദുന വ ആതഖു സയ്യിദുന. അബൂബക്കർ ഞങ്ങളുടെ നേതാവാകുന്നു, അദ്ദേഹം ഞങ്ങളുടെ നേതാവിനെ സ്വതന്ത്രനാക്കി.
അദ്ദേഹം ഉദ്ദേശിച്ചത് ഹദരത്ത് ബിലാലിനെ ആയിരുന്നു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ആരംഭകാലത്ത് 7 അടിമകളെ മോചിപ്പിച്ചു. അവർ അള്ളാഹുവിന്റെ പേരിൽ സമൂഹം പ്രയാസത്തിൽ അകപ്പെടുത്തുകയായിരുന്നു. ഈ അടിമകളുടെ പേരുകൾ ഇപ്രകാരമാണ്: ഹദരത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു, ഹദരത്ത് ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹു, സനീറ റളിയല്ലാഹു അൻഹു, നഹദിയ റളിയല്ലാഹു അൻഹു, അവരുടെ മകൾ റളിയല്ലാഹു അൻഹ, അവരുടെ മകൾ ബനി മോമിൽ, അവരുടെ അടിമ ഉമ്മെ ഉവൈസ് റളിയല്ലാഹു അൻഹു. എതിരാളികളും ഹദരത്ത് അബൂബക്കറിന്റെ നന്മയെക്കുറിച്ചും ഉന്നത സ്വഭാവത്തെക്കുറിച്ചും വാചാലരാണ്. ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ മക്കയും അദ്ദേഹത്തിന്റെ ഔദാര്യത്തിന് വിധേയരായിരുന്നു. സമ്പാദിച്ചതെല്ലാം അദ്ദേഹം അടിമകളെ മോചിപ്പിക്കാൻ ചെലവഴിച്ചു. അദ്ദേഹം ഒരിക്കൽ മക്ക വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. ഒരു നേതാവ് അദ്ദേഹത്തെ വഴിയിൽ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, അബൂബക്കർ എവിടേക്കാണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ഈ നാട്ടിൽ സമാധാനമില്ല, ഞാൻ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയാണ്. ആ നേതാവ് പറഞ്ഞു, നിങ്ങളെപ്പോലെ നന്മയുള്ള വ്യക്തി നാട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ ഈ നാട് നശിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് അഭയം നൽകാം, നിങ്ങൾ നാട് വിടേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ആ നേതാവിന്റെ അഭയത്തിൽ തിരിച്ചു വന്നു. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്ത്രീകളും കുട്ടികളും ചുവരിനടുത്ത് ചെവി വെച്ച് ഖുർആൻ കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വളരെ ആർദ്രതയും വേദനയും ഉണ്ടായിരുന്നു. സ്ത്രീ പുരുഷന്മാർക്കും കുട്ടികൾക്കും അത് മനസ്സിലാകുമായിരുന്നു. കേൾക്കുന്നവരെ അത് സ്വാധീനിച്ചിരുന്നു. ഈ സ്വാധീനം കാരണം മക്കക്കാർ പരസ്പരം ബഹളമായി. ഇങ്ങനെ എല്ലാവരും ദീനില്ലാത്തവരായി പോകുമല്ലോ. അവസാനം അവരെല്ലാവരും ആ നേതാവിന് അടുക്കലെത്തി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇയാൾക്ക് അഭയം നൽകിയിട്ടുള്ളത്? ആ നേതാവ് ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യരുത്, മക്കക്കാർ അതുകൊണ്ട് നീരസത്തിലാണ്. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ നൽകിയ അഭയം തിരിച്ചെടുത്താലും എനിക്കിതിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല. അങ്ങനെ ആ നേതാവ് അഭയം തിരിച്ചെടുത്തു. ഇത് ഹദരത്ത് അബൂബക്കറിന്റെ തക്കവയ്ക്കും പരിശുദ്ധിക്കുമുള്ള ഒരു വലിയ തെളിവാകുന്നു. ആ നാട്ടുകാർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധവൈരികളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുന്നവരും ആയിരുന്നു. അത് എത്രമാത്രം ഉറപ്പുണ്ടെന്ന് പറയാൻ കഴിയില്ല. ആ നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബദ്ധവൈരികളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുന്നവരുമായിരുന്നു. പക്ഷെ അവർ ഹദരത്ത് അബൂബക്കറിന്റെ പരിശുദ്ധിയുടെ കാര്യത്തിൽ എത്രമാത്രം ഉറപ്പുള്ളവരായിരുന്നു എന്നാൽ ആ നേതാവ് പറഞ്ഞത്, താങ്കൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നാട് നശിക്കുമെന്നായിരുന്നു. നമസ്കാരത്തിൽ ഇമാമത്ത് വഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവത്തിൽ ചില ആളുകൾക്ക് മസ്ജിദ് നബവിയിൽ നമസ്കരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഹദരത്ത് അബൂബക്കറും ഉൾപ്പെടുന്നു. ഹദരത്ത് അബൂബക്കറിന് മാത്രം ലഭ്യമായ ഒരു പ്രത്യേക സൗഭാഗ്യം എന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാന നാളുകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമസ്കരിപ്പിക്കുന്നതിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വ്യത്യസ്ത നിവേദനങ്ങളാണുള്ളത്. ഹദരത്ത് ആയിഷ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ അബൂബക്കർ ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹമല്ലാതെ മറ്റാരും നമസ്കരിപ്പിക്കുന്നത് അഭികാമ്യമല്ല. അസ്വദ് വിവരിക്കുന്നു, ഞങ്ങൾ ഹദരത്ത് ആയിഷയുടെ അടുക്കലായിരുന്നു. ഞങ്ങൾ നമസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠതയെ സംബന്ധിച്ചും പ്രാധാന്യത്തെ സംബന്ധിച്ചും പറയുകയായിരുന്നു. അപ്പോൾ അതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശൈലിയിലായ രോഗാവസ്ഥയിൽ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമയം ആകുകയും ബാങ്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറിനോട് നമസ്കരിപ്പിക്കാൻ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ വളരെ ലോലഹൃദയനാകുന്നു, അങ്ങയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ നമസ്കരിപ്പിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചു. തിരുനബിയോട് വീണ്ടും പറയപ്പെട്ടു, അദ്ദേഹം വളരെ ലോലഹൃദയനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ പറഞ്ഞത് തന്നെ 3-ാം തവണയും ആവർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യൂസുഫിന്റെ കാലത്ത് സ്ത്രീകളെക്കാളും പോലെയാകുന്നു.
അതായത് അങ്ങനെയാണ് സംസാരിക്കുന്നത്. ജനങ്ങൾക്ക് ഇമാമത്ത് വഹിക്കാൻ അബൂബക്കറിനോട് പറയുക. അങ്ങനെ ഹസ്രത്ത് അബൂബക്കർ നമസ്കരിപ്പിക്കാൻ പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രോഗാവസ്ഥ അല്പം മെച്ചമുണ്ടെന്ന് കണ്ടപ്പോൾ പുറത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ടാളുകൾ താങ്ങിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അങ്ങനെ തന്നെയാണ് എൻ്റെ ഓർമ്മയും. ഇപ്പോൾ കാണുന്നത് പോലെ തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലുകൾ രോഗം കാരണം ഭൂമിയിൽ എഴയുകയായിരുന്നു. അതായത് ശരിക്ക് നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, കാലുയർത്താൻ കഴിഞ്ഞിരുന്നില്ല. കാലുകൾ ഭൂമിയിൽ വലിച്ചിഴക്കുകയായിരുന്നു. ഹദ്രത്ത് അബൂബക്കർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ പിന്നിലേക്ക് മാറാൻ ആഗ്രഹിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യഭാവത്തിൽ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അബൂബക്കറിന്റെ ഒരു വശം ഇരുന്നു. അഅ്മശിനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിപ്പിക്കുക ആയിരുന്നുവോ? അതിനകത്ത് അബൂബക്കറിനെ പിന്തുടർന്ന് നമസ്കരിക്കുകയും ജനങ്ങൾ അബൂബക്കറിനെ പിന്തുടരുകയുമായിരുന്നുവോ? അദ്ദേഹം അതേ എന്ന് തല കൊണ്ട് ആംഗ്യം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബൂബക്കറിന്റെ ഇടതുഭാഗത്തിരിക്കുകയും ഹസ്രത്ത് അബൂബക്കർ നിന്നുകൊണ്ട് നമസ്കരിപ്പിക്കുകയും ചെയ്തു. നിവേദകൻ പറയുന്നു, ഹസ്രത്ത് അനസ് ബിൻ മാലിക് അൻസാരി തന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുകയും സേവിക്കുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി സഹവാസത്തിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നു, ഹസ്രത്ത് അബൂബക്കർ അവർക്ക് നമസ്കരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വഫാത്താകാൻ ഇടയായ രോഗാവസ്ഥയിൽ തിങ്കളാഴ്ച ദിവസം അദ്ദേഹവും നമസ്കാര സഫുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുറിയുടെ പർദ്ദ നീക്കി ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം വിശുദ്ധ ഖുർആന്റെ താള് തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം കണ്ട് പരീക്ഷണത്തിൽ അകപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ചു പോവുകയുണ്ടായി. ഇത്രയുമായപ്പോഴേക്കും ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ ഉദികാലുകളിന്മേൽ പിന്തിരിയുകയും സഫുകളിൽ ചേരുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വരുമെന്ന് അദ്ദേഹം കരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യഭാഷയിൽ നമസ്കരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. പർദ്ദ അടയ്ക്കുകയും ചെയ്തു. ആ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതും. ഒരു നിവേദനത്തിൽ ഈ ദിവസങ്ങളിൽ ഒരിക്കൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിപ്പിച്ചതിനെ കുറിച്ചും വിശദീകരണം വന്നിട്ടുണ്ട്. ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ സംആ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് രോഗം മൂർച്ഛിച്ച സമയത്ത് ഞാൻ മുസ്ലിങ്ങളുടെ ഒരു സംഘത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. ഹസ്രത്ത് ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോടെങ്കിലും നമസ്കരിപ്പിക്കാൻ വേണ്ടി പറയുക. ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ സംആ പുറത്തേക്ക് വന്നപ്പോൾ ജനങ്ങൾക്കിടയിൽ ഹസ്രത്ത് ഉമറിനെ കണ്ടു. ഹസ്രത്ത് അബൂബക്കർ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഉമർ എഴുന്നേറ്റാലും നമസ്കരിപ്പിച്ചാലും. അദ്ദേഹം മുന്നോട്ട് വന്നു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടു. ഹസ്രത്ത് ഉമറിന്റെ ശബ്ദം ഉച്ചത്തിലുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കർ എവിടെ? അള്ളാഹു നിഷേധിക്കുന്നവന് മുസ്ലിങ്ങളെ നിഷേധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ വിളിക്കാൻ പറഞ്ഞയച്ചു. അദ്ദേഹം വന്നു. അപ്പോഴേക്കും ഹസ്രത്ത് ഉമർ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്രത്ത് അബൂബക്കറും ജനങ്ങൾക്കിടയിൽ നമസ്കരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയും ഒരു നിവേദനമുണ്ട്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉമറിന്റെ ശബ്ദം കേട്ടപ്പോൾ പുറത്തേക്ക് വന്നു. തന്റെ തല പുറത്തേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, അല്ല അല്ല, ഇബ്നു അബി ഖഹാഫ നമസ്കരിപ്പിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നീരസത്തിലാണ് പറഞ്ഞത്. ഇതിന്റെ കൂടുതൽ വിശദീകരണം മുസ്നദ് അഹ്മദിൽ വന്നിട്ടുണ്ട്. ഹസ്രത്ത് ഇബ്നു ഉമയെ സംബന്ധിച്ച് അറിവ് ലഭിച്ചപ്പോൾ ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ സമയോട് പറഞ്ഞു, അദ്ദേഹമാണ് ഉമറിനോട് നമസ്കരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊണ്ടാണ് എന്നോട് നമസ്കരിക്കാൻ പറഞ്ഞതെന്ന് ഞാൻ ധരിച്ചു. അല്ലാത്ത പക്ഷം ഞാൻ നമസ്കരിപ്പിക്കില്ലായിരുന്നു. അപ്പോൾ ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ സമഅ പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ അബൂബക്കറിനെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്വയം മനസ്സിലാക്കിയത്, അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ താങ്കൾ തന്നെയാണ് അതിന് യോഗ്യനെന്നാണ്. അതുകൊണ്ട് താങ്കളോട് സംസാരിച്ചപ്പോൾ
വളരെ നേരിട്ട് നിർദ്ദേശിച്ചത് ആയിരുന്നില്ല. ഇത് മുസ്നദിൽ ഉള്ള നിവേദനമാകുന്നു. ഹസ്രത്ത് അബൂബക്കറിന്റെ മക്കളോടുള്ള സ്നേഹവാത്സല്യങ്ങളെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥകാരൻ എഴുതുന്നു, ഹസ്രത്ത് അബൂബക്കറിന്റെ മക്കളോട് നല്ല സ്നേഹമുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ വാക്കിലും പ്രവൃത്തിയിലും അധിക സമയത്തും അത് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മൂത്ത മകൻ ഹസ്രത്ത് അബ്ദുറഹ്മാൻ വേറെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടു ചെലവുകളുടെ ഉത്തരവാദിത്തം ഹസ്രത്ത് അബൂബക്കർ ഏറ്റെടുത്തിരുന്നു. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകൾ ഹസ്രത്ത് അസ്മയുടെ വിവാഹം ഹസ്രത്ത് സുബൈർ ബിൻ അവ്വാവുമായിട്ടാണ് നടന്നത്. തുടക്കത്തിൽ അവർ വളരെ പ്രയാസത്തിലായിരുന്നു. വീട്ടിൽ വേലക്കാരിയെയോ വേലക്കാരനെയോ വെക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹസ്രത്ത് അസ്മയ്ക്ക് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വന്നു. മാവ് കുഴയ്ക്കുക, ഭക്ഷണം തയ്യാറാക്കുക, വെള്ളം കോരുക, തുണി അലക്കുക, തുണി നെയ്യുക, അങ്ങനെ ഒരുപാട് ദൂരത്ത് നിന്ന് ഈന്തപ്പനയുടെ കുരുക്കൾ ശേഖരിച്ചു കൊണ്ടുവരിക, കുതിരകൾക്ക് തീറ്റി കൊടുക്കുക തുടങ്ങിയ എല്ലാ പണികളും അവർ ചെയ്തിരുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് ഈ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം കുതിരകളെ പരിപാലിക്കുന്നതിനും തീറ്റി കൊടുക്കുന്നതിനും വേണ്ടി ഒരു സേവകനെ നിയോഗിക്കുകയുണ്ടായി. ഹസ്രത്ത് അസ്മ പറയുന്നു, സേവകനെ അയച്ചു തന്നുകൊണ്ട് എൻ്റെ പിതാവ് എന്നെ സ്വതന്ത്രയാക്കുകയാണ് ചെയ്തത്. ഹസ്രത്ത് അബ്ദുല്ലാബിനു അബീബക്കറിന് ശേഷം ഹസ്രത്ത് അബ്ദുല്ലാബിൻ അബൂബക്കറിന് തൻ്റെ ഭാര്യ ആത്തിക്കയുമായി ഉണ്ടായിരുന്ന സ്നേഹത്തെപ്പറ്റി ഒരു സംഭവത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ കാരണം കൊണ്ട് അദ്ദേഹം ജിഹാദിന് പോകുന്നത് ഒഴിവാക്കിയിരുന്നു. ഹസ്രത്ത് അബൂബക്കറിന് അത് സഹിച്ചിരുന്നില്ല. അദ്ദേഹം ഹസ്രത്ത് അബ്ദുല്ലയോട് പറഞ്ഞു, നീ ഈ ഭാര്യ കാരണം ജിഹാദിന് പോകുന്നത് ഒഴിവാക്കുന്നു, അതുകൊണ്ട് അവൾക്ക് തലാക്ക് നൽകുക. അങ്ങനെ അദ്ദേഹം ഈ കൽപ്പന അനുസരിച്ചു. പക്ഷേ ആത്തിക്കയുമായി വേർപെട്ടത്തിൽ അദ്ദേഹം ശോക കവിതകൾ ചൊല്ലുകയുണ്ടായി. ഹസ്രത്ത് അബൂബക്കറിന്റെ കാതുകളിൽ ആ കവിതാശകലങ്ങൾ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം അസ്വസ്ഥമാവുകയും അദ്ദേഹം അബ്ദുള്ളക്ക് ഭാര്യയെ തിരിച്ചെടുക്കാൻ അനുമതി നൽകുകയും ചെയ്തു. ഹസ്രത്ത് ബറാ പറയുന്നു, ഹസ്രത്ത് അബൂബക്കറിനോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഹസ്രത്ത് ആയിഷ പനി കാരണം കിടക്കുകയായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ആയിഷയുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച്, മോളെ നിനക്കെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിവരണം ഇനിയും തുടരുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.